ശംഖ് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഗോശാലയിലേക്ക് പോകും. ഗോശാലയിൽ നിന്ന് വരാൻ വേണ്ടിയിട്ടും ശംഖ് വിളിച്ചാണ്. ഹോസ്പിറ്റലിൽ ഇങ്ങനെ കൂടുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭക്ഷണശീലവും ലൈഫ് സ്റ്റൈലും ഫുഡ് സ്റ്റൈലും മാറിയതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കൂടാൻ കാരണം. ഇനിയുള്ള കാലം കുഞ്ഞുമക്കളാണ് എൻ്റെ മനസ്സിൽ, അവരുടെ ആരോഗ്യമാണ് എൻ്റെ മനസ്സിൽ. എന്താണ് തരാം ഭയങ്കര വില കൂടുതലാണ്. ഒരു കിലോ നെയ്യ് 4000 ആണെങ്കിൽ ഒരു വർഷം പഴകിയ നെയ്ക്ക് 6000 രൂപയാണ്. 10 വർഷം പഴകിയ നെയ്ക്ക് 20000 രൂപയാണ്. 50 വർഷം പഴകിയ ഒറിജിനൽ നാടൻ പശുവിൻ്റെ കടഞ്ഞെടുത്ത നെയ്ക്ക് 2 ലക്ഷം രൂപയാണ്. പശു വളർത്തുന്ന പറഞ്ഞാൽ ചേട്ടൻ്റെ ഒരു പാഷനാണ്. പാഷൻ, ഇതൊരു കടമയാണ്. നമ്മൾ ഈ കടമയിൽ നിന്ന് മാറിയിട്ട് ഓടിക്കൊണ്ടിരിക്കുക നോട്ടിന് വേണ്ടിയിട്ട്. നോട്ട് കൊണ്ടൊന്നും നമുക്ക് നേടാൻ കഴിയില്ല. ഇപ്പം 180 പശു ഉണ്ടെങ്കിൽ 180 ജീവനാണ്. നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞാൻ പോയിട്ട് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് നല്ല ഭക്ഷണം കൊടുത്തും വേണം നമുക്ക് വളർത്താനായിട്ട്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറഞ്ഞത് അന്ന് ആരോഗ്യമുള്ള സമൂഹമാണ്. നാടൻ പശുക്കളുടെ ചാണകവും ഗോമൂത്രവും ഒക്കെ ഉപയോഗിച്ച് ബയോഡൈനാമിക് ഫാമിംഗ് എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന പ്രവാസി വ്യവസായിയായ ജിജി ചേട്ടൻ്റെ ഫാമിലാണ് ഇന്ന് നമ്മളുള്ളത്. ഈ ഫാമിലെ വിശേഷങ്ങൾ നമുക്ക് ജിജി ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് നമ്മുടെ ഫാമിലെ വിശേഷങ്ങൾ? ഇതാണ് ഒരു 10-12 വർഷമായിട്ട് ഇതിന്റെ പിന്നാലെ തന്നെ എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. സാർ ഒരു പ്രവാസി വ്യവസായി ആയിരുന്നു. എങ്ങനെയാണ് ഈ പശു ഫാമിങ്, പശു വളർത്തലിലേക്കൊക്കെ വന്നത്? ആയിരുന്നു അല്ല, ഞാൻ ഇപ്പോഴും പ്രവാസി തന്നെയാണ്. ഈ ഫാമിന് വേണ്ടിയിട്ട് ഇപ്പോൾ വന്നിങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. ഇതൊന്ന് അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഇപ്പൊ 180 പശു ഉണ്ടെങ്കിൽ 180 ജീവനാണ്. നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞാൻ പോയിട്ട് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് നല്ല ഭക്ഷണം കൊടുത്തും വേണം നമുക്ക് വളർത്താനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം നമ്മൾ ഏറ്റെടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഏറ്റവും നല്ല പാല്, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്ന സമയത്തുള്ള പാലുൽപ്പന്നങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പശു വളർത്തുന്ന പറഞ്ഞാൽ ചേട്ടൻ്റെ ഒരു പാഷനാണ്. പാഷൻ, ഇതൊരു കടമയാണ്. നമ്മൾ ഈ കടമയിൽ നിന്ന് മാറിയിട്ട് ഓടിക്കൊണ്ടിരിക്കുക നോട്ടിന് വേണ്ടിയിട്ട്. നോട്ട് കൊണ്ടൊന്നും നമുക്ക് നേടാൻ കഴിയില്ല. നോട്ട് വേണം എന്ന് പറയുമ്പോഴും ഈ നോട്ടിന് വേണ്ടി തകർത്ത പ്രകൃതി, നോട്ടിന് വേണ്ടി തകർത്ത നമ്മളുടെ സ്നേഹം, മര്യാദയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ നോട്ട് കൊണ്ട് കഴിയില്ല. ഇനി നമ്മുടെ കുഞ്ഞുമക്കളെ ആലോചിക്കണ്ടേ, അവർക്ക് ആരോഗ്യം വേണ്ടേ? ആശുപത്രികൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ അവർ ആശുപത്രി പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നാടൻ പശുവിൻ്റെ പാലും പാലുൽപ്പന്നങ്ങളും അതേപോലെ തന്നെ പഴയ വിത്തിലുണ്ടാക്കിയ അതിൽ കൂടെ മാത്രമേ അവർക്ക് ആരോഗ്യമുള്ളൂ. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറഞ്ഞത് അന്ന് ആരോഗ്യമുള്ള സമൂഹമാണ് അന്നുണ്ടായിരുന്നത്. അന്ന് അവർക്ക് കുറവാകെ വിദ്യ മാത്രമായിരുന്നു, വിദ്യാഭ്യാസമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയാം, പക്ഷെ ആരോഗ്യമില്ല. ആരോഗ്യമില്ലാത്തടത്ത് വിദ്യ എന്ത് ഉപകാരപ്പെടും? അപ്പൊ ഇനി നമ്മൾ ജീവിക്കേണ്ടതും വർക്ക് ചെയ്യേണ്ടതും ബാക്കിയുള്ള കാലം കുഞ്ഞുമക്കളുടെ ആരോഗ്യം. കുഞ്ഞുമക്കൾക്ക് അസുഖം ഇല്ലാണ്ട് നോക്കുക. ADHD അല്ലെങ്കിൽ ഓട്ടിസോ അങ്ങനെയുള്ള അസുഖങ്ങൾ ഇല്ലാണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ വൈറ്റ് റെവല്യൂഷനും ഗ്രീൻ റെവല്യൂഷനും മുമ്പുള്ള ഫുഡ് ശീലാക്കുക. അതിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഈ ഫാമിൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നാടൻ പശുക്കളാണ്. ഇപ്പം എല്ലാവരും ഫാം തുടങ്ങുമ്പോൾ ഒക്കെ സാധാരണ ഇപ്പം അവർക്ക് ലിറ്റർ കണക്കിന് പാലൊക്കെ കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റി പശുക്കളെയൊക്കെ മേടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ നാടൻ പശുക്കളെ മാത്രം വളർത്തുന്നത്? ഹൈബ്രിഡ് പശു മാത്രമല്ല, ഹൈബ്രിഡ് എന്തും തന്നെ ആരോഗ്യം തരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഹൈബ്രിഡ് വയറ് നിറയാനും ടേസ്റ്റിനും വേണ്ടിയൊക്കെ ശരി, നല്ലതാണ്. എളുപ്പത്തിൽ കൃഷി ചെയ്യാനും കൂടുതൽ പ്രൊഡക്ഷന് വേണ്ടിയൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് അസുഖമില്ലാണ്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിനു മുമ്പുള്ള ഒറിജിനൽ ആയിട്ടുള്ള പശുക്കളും ഒറിജിനൽ ആയിട്ടുള്ള സീഡും അതിൽ കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അസുഖങ്ങൾ കുറയ്ക്കാനായിട്ട് ഉപകരിക്കുന്നത്. മറ്റത് വയറ് നിറയ്ക്കാൻ തീർച്ചയായിട്ടും എളുപ്പ വഴി നോക്കുന്ന ജനങ്ങൾക്കിലേക്ക് കൊണ്ടുവന്ന സംഭവമാണ് ഹൈബ്രിഡ്. അതിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവണില്ല, 100% ഇമ്മ്യൂണിറ്റി ഉണ്ടാവുള്ളൂ. വയറ് നിറയുന്നു, ആശുപത്രി പോകുന്നു. ഇപ്പം മറ്റ് ഫാമുകളിൽ നമ്മൾ പോവുകയാണെങ്കിൽ തന്നെ ഇപ്പം ചാണകത്തിൻ്റെ ആയാലും ഗോമൂത്രത്തിൻ്റെ ആയാലും ഒക്കെ സ്മെല്ല് ഒരുപാടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിങ്ങോട്ട് കയറി കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള സ്മെല്ലും ഇല്ല. എന്തുകൊണ്ടാണ് അതെങ്ങനെ വരാനുള്ള കാരണം? ഒന്നാമത്തെ കാര്യം, അതിന് ആ ബ്രീഡിൽ മോഡിഫൈ ചെയ്യാത്ത ബ്രീഡാണ്. ക്രോസ് ബ്രീഡ് പശുക്കളല്ല. ഒരു പശു മാത്രമേ നമുക്ക് ക്രോസ് ബ്രീഡ് ഉള്ളൂ. അതിനൊരു സ്നേഹം കൊണ്ട് നമ്മൾ വെട്ടാൻ കൊടുക്കാതിരിക്കാൻ സംരക്ഷിക്കുന്നത്. ഒറിജിനൽ ബ്രീഡാണിത്, ക്രോസ് ബ്രീഡ് അല്ല. രണ്ടാമത്തെ കാര്യം, കൊടുക്കുന്ന ഭക്ഷണം നാച്ചുറൽ ഫുഡ് മാത്രമേ അതിന് കൊടുക്കുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ വളർത്തുന്ന പുല്ല് നമ്മൾ കറക്കുന്ന പശുവിന് പോലും കൊടുക്കുന്നില്ല. പിന്നെ ഒന്നും നമ്മൾ പൊടിയായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നില്ല. പിന്നെ ഏറ്റവും കൂടുതൽ തന്നെ വളരുന്ന പുല്ല് തിന്നുക, തന്നെ വളരുന്ന പുല്ല് വെട്ടിക്കൊണ്ടുവന്ന് കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാച്ചുറൽ ഫുഡ് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്യം തന്നെ വേൾഡിൽ നമ്പർ 1 പാലും
പാലുൽപ്പന്നങ്ങളും ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മൾ ആ ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ സ്മെല്ലില്ല. ഇപ്പം എല്ലായിടത്തും ഇപ്പം വേനൽക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പം പുല്ലൊക്കെ ആണെങ്കിലും ഉണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഫുഡിന് പശുക്കൾക്കൊക്കെ ആണെങ്കിലും ഫുഡ് കൊടുക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കാറുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതേ നമ്മൾ കൊടുക്കും. പരമാവധി കൊടുക്കുമ്പോൾ നമുക്ക് ആ പാലിൽ ഗുണം കിട്ടുന്ന ഔഷധ സസ്യങ്ങൾ അടങ്ങിയ പുല്ലുണ്ട്. നമ്മൾ ഇനി കണ്ടെത്താത്ത പല ഔഷധങ്ങളും ഉണ്ടല്ലോ. അപ്പൊ ഈ വേനൽക്കാലത്തൊക്കെ എങ്ങനെ അതിജീവിക്കും? വേനൽക്കാലത്ത് ഞങ്ങളുടെ ഈ ഏരിയയിലെല്ലാം എപ്പോഴും വെള്ളം ഉള്ളത് കൊണ്ട് പുല്ലിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എളുപ്പമല്ല, എങ്കിലും പുല്ല് ഉണ്ട്. വെട്ടാൻ തന്നെ ഒരു 6 ആള് വെച്ചിട്ടുണ്ട്. വണ്ടിയുണ്ട്, ഡ്രൈവറുണ്ട്. അവർ ഓരോ ട്രിപ്പും അതിലൂടെ കൊണ്ടുവന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ പശുക്കൾക്ക് ചക്ക കൊടുക്കുന്നുണ്ട്. ചക്ക 50,000 കിലോയാണ് ഈ പ്രാവശ്യം പ്ലാൻ ചെയ്ത്. 30,000-ന് മേലെ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി ബാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കൊണ്ടുവന്ന് സ്ലൈസ് ചെയ്ത് എല്ലാ പശു, കാരണം അത്രയും നല്ലൊരു ഭക്ഷണം ചക്ക ഇവിടുന്ന് പൈസയുടെ ഇതിൽ ഇവിടുന്ന് കയറി പോവാണല്ലോ. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവന്ന് നമ്മളിൽ തന്നെ തിരിച്ചെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പശു വളർത്തല് ഫാമിംഗ് ഒക്കെ തുടങ്ങാൻ വേണ്ടി ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്തിരുന്നില്ലേ, അതെന്താണ്? അത് ഈ പെരുകിക്കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലാണ് എൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഹോസ്പിറ്റലിൽ ഇങ്ങനെ കൂടുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭക്ഷണശീലവും ലൈഫ് സ്റ്റൈലും ഫുഡ് സ്റ്റൈലും മാറിയതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കൂടാൻ കാരണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യം അത്രയധികം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം ആശുപത്രിയിൽ പോയി വരികയാണെങ്കിൽ 100 തരത്തിലുള്ള വേറെ അസുഖം ആ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആശുപത്രിയിൽ പോവാതെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് റെവല്യൂഷനും ഗ്രീൻ റെവല്യൂഷനും മുമ്പുള്ള ഭക്ഷണങ്ങൾ മാത്രത്തിനേ കഴിയൂ. അതിനുശേഷം ഉള്ളതെല്ലാം വയറ് നിറയ്ക്കാനും സ്വാധീനമൊക്കെ സഹായിച്ചു. പക്ഷേ ആരോഗ്യത്തിന് അത് ഒട്ടും ഫലം ചെയ്തില്ല. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ നല്ല ഫുഡ് സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നു, അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിലൂടെ ആരോഗ്യമുള്ള ജനത അത് അത്യാവശ്യമാണ്. അത് നമുക്ക് ഏതറ്റം വരെ പോണ്ടി വന്നാലും നമ്മൾ അത് ചെയ്തിരിക്കും. ഇനിയുള്ള കാലം കുഞ്ഞുമക്കളാണ് എൻ്റെ മനസ്സിൽ, അവരുടെ ആരോഗ്യമാണ് എൻ്റെ മനസ്സിൽ. അവർക്ക് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ വില കൂടിയ ഭക്ഷണമല്ല. നമ്മുടെ ചുറ്റുപാടിലിപ്പോൾ ചേമ്പുണ്ട്, ചേനയുണ്ട്, കാച്ചിലുണ്ട്, തഴുതാമയുണ്ട്, അല്ലെങ്കിൽ പപ്പായ, റെഡ് ലേഡി പപ്പായ അല്ല. ഒരു പപ്പായ ഉണ്ടെങ്കിൽ 3-4 വർഷം കിട്ടുന്ന പപ്പായ ഉണ്ട്. ആ സമയം മോഡിഫൈ ചെയ്ത സീഡിലുള്ള പപ്പായ 6 മാസം കഴിയുമ്പോൾ ഒരു വിള തന്ന് നശിച്ചു പോവാണ്. അപ്പോൾ അതിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു സന്ദേശം കൊടുക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ ലക്ഷ്യം. ഗുജറാത്തിലെ ഗീറിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളുടെ രീതിയിൽ വളർത്തുകയാണ് ചെയ്യുന്നത്. എങ്കിൽ കൂടി ഗീറിന് വേണ്ടിയിട്ട് ഗീർ വനം തന്നെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ നാനാതരത്തിലുള്ള പുല്ല് തന്നെ വളരുന്ന പുല്ലിലാണ് ഔഷധ സസ്യങ്ങളുള്ളൂ. വളർത്തുന്ന പുല്ല് നമ്മൾ കൊടുക്കാറില്ല. കാരണം വളർത്തുന്ന പുല്ല് കറക്കണ പശുവിന് ഒരിക്കലും കൊടുക്കാറില്ല. കാരണം വളർത്തുന്ന പുല്ല് കൊടുത്താൽ ബ്രോയിലർ ചിക്കൻ തിന്നണ കുട്ടികളുടെ പോലെ ഇരിക്കും. അപ്പോൾ അതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ഔഷധ സസ്യങ്ങൾ തിന്നതിന് ശേഷം പണ്ട് നമ്മൾ ആ ചാണം മെഴുകിയാണ് നമ്മൾ കിടന്നിരുന്നത്. ആ ചാണമാണ് ജാതി മത ഭേദമെന്നെ നമ്മൾ അശുദ്ധി മാറ്റാൻ ഉപയോഗിച്ചിരുന്നത്. അതെല്ലാം തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ അസുഖങ്ങളും ആശുപത്രികൾ കൂടുന്നതൊക്കെ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ പഴയ വിത്തും പഴയ പശുക്കളെയും സംരക്ഷിക്കുന്നതിൽ കൂടി മാത്രമേ നമുക്ക് കഴിയുള്ളൂ. വേറൊരു വഴി ലോകത്തില്ല നമുക്ക് ഇമ്മ്യൂണിറ്റി തിരിച്ചു കൊണ്ടുവരാനായിട്ട്. 50-100 കൊല്ലം പിന്നിലേക്ക് പോയിട്ട് ആ ഭക്ഷണം നമ്മൾ ശീലാക്കണം. നമ്മളുടെ ഒരു പശു പോലും പ്രസവിക്കാണ്ടോ പ്രഗ്നൻ്റ് ആവാണ്ടോ ഇല്ല. തന്നെ അവർ മേറ്റായി പ്രസവിക്കുക ചെയ്യുന്നത്. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും തന്നെ ചെയ്യണില്ല. അതാ കാളയുണ്ട്. ഒരു പശു പോലും പ്രഗ്നൻ്റ് ആവാണ്ട് നമ്മളുടെ അടുത്തില്ല. പിന്നെ തടിച്ചു കൊഴുത്തിരിക്കണില്ല. കാരണം നമ്മൾ തടിച്ചു കൊടുക്കാൻ മീൻ അടങ്ങിയതോ യൂറിയ അടങ്ങിയതോ ഒന്നും തന്നെ കൊടുക്കണില്ല. നമുക്ക് കുറച്ച് പാല് മതി. അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്ന പോലത്തെ അന്നത്തെ ചാണകം, അന്നത്തെ ഗോമൂത്രം, അന്നത്തെ പാല്, പഞ്ചഗവ്യങ്ങൾക്ക് പവർ ഉണ്ടാവണമെങ്കിൽ തന്നെ ഇങ്ങനെ വളർത്തുന്നത് മാത്രമാണ്. ഈ സമയത്ത് ഈ ഹമ്പുണ്ടായിരിക്കണം പശുവിന്, മനസ്സിലായോ? ഇതിൽ കൂടെ സൂര്യനാടിയും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവം ഈ നാടൻ പശുവിനേ ഉള്ളൂ. ഈ താട കണ്ടോ, നമ്മളുടെ ക്രോസ് ബ്രീഡ് പശുവിന് അതില്ല. ഇതിനൊന്ന് കുത്തി കഴിഞ്ഞാൽ ഒരു ഈച്ച വന്നിരുന്നാൽ വിറപ്പിച്ച് ഓടിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. പക്ഷെ നമ്മുടെ ക്രോസ് ബ്രീഡ് പശുവിന് അതൊന്നും തന്നെ ഇല്ല, മനസ്സിലായോ? നമ്മളിവർക്ക് ഫുഡ് കൊടുക്കുന്നതോടൊപ്പം ആര്യവേപ്പിൻ്റെ ഇല കൊടുക്കും. ആര്യവേപ്പിൻ്റെ ഇല കൊടുക്കുന്ന അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവാനും. അപ്പോൾ പാല് കുറഞ്ഞോട്ടെ, പക്ഷെ ആ പാല് ഏറ്റവും ഗുണമുള്ള പാലായിരിക്കും.
അതൊരു പക്ഷെ അതിനൊക്കെ 5-6 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്ന കാളയാണ്. അതിനെ നമ്മൾ 3 വർഷം കഴിയുമ്പോൾ മാറ്റും ഇവിടെ നിന്ന്. മനസ്സിലായോ? അതെന്തിനാ മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി അതിൻ്റെ അച്ഛൻ തന്നെ കുട്ടി വലുതാവും. കുട്ടി വലുതാവുമ്പോൾ ആ കുട്ടി അച്ഛനായിട്ട് ക്രോസ് ആവാതിരിക്കാൻ ഈ ഫാമിൽ നിന്ന് നമ്മൾ വേറെ ഫാമിലേക്ക് മാറ്റും. അങ്ങനെ ക്രോസ് ബ്രീഡിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഗീർ പശുക്കളും നാടൻ പശുക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ A1 മിൽക്ക് തരുന്നതാണ് നാടൻ എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും ക്രോസ് ബ്രീഡ് പശുവിനെ നമ്മൾ നാടൻ എന്ന് പറഞ്ഞു പഠിച്ചു പോയി. അത് നമ്മുടെ സമ്പൂർണ്ണ സാക്ഷരതയിൽപ്പെട്ടതായതുകൊണ്ട് നാടൻ എന്ന് പറഞ്ഞു പോയി. അപ്പോൾ അതല്ല ശരിക്കും നാടൻ. ഇത് നമ്മൾ പണ്ട് നമ്മൾ ജനിക്കുന്നപ്പം ഒക്കെ നാട്ടിലും ഒക്കെ ഉണ്ടായതാണ്. ഇതാണ്. എന്താണ് തരാം തരാം. മുമ്പേ ഗമിക്കും ഗോധൻ പിൻപേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. ആ സിസ്റ്റമാണ് ഇപ്പൊ ഇവിടെ നമ്മള് ശംഖ് വിളിക്കുമ്പോൾ ആക്കിയിരിക്കുന്നത്. ശംഖ് വിളിച്ചു കഴിഞ്ഞാൽ അവര് ഗോശാലയിലേക്ക് പോകും. ഗോശാലയിൽ നിന്ന് വരാൻ വേണ്ടിയിട്ടും ശംഖ് വിളിച്ചാണ്. അപ്പൊ നമുക്ക് അവിടെ ഇവിടെയൊന്നും കുറെ ആൾക്കാർ അതിന്റെ പിന്നാലെ അവരെ വിളിക്കാനും കൊണ്ടുവരാനും നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ ഗോശാലയിൽ നിന്ന് വിളിച്ചാലും അവരിവിടെ എല്ലാം ലൈനായിട്ട് വരും. ഇപ്പൊ ഇത് എന്തിനാ കൊടുക്കുന്നത്? ഈ ഇന്ദുപ്പ് എന്തിനാ കൊടുക്കണേ പശുക്കൾക്ക്? ഇന്ദുപ്പ് അവർക്ക് മിനറൽസ് നമ്മൾ കെമിക്കലൊന്നും തന്നെ വാങ്ങിച്ചു കൊടുക്കാറില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ 40 കിലോന്റെ വലിയ കട്ടയായിരുന്നു. അവരെ നക്കി 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 ലാസ്റ്റ് ഇത്രയാവും. അപ്പോൾ നമ്മളത് പൊടിച്ച് അവരുടെ ഫുഡിലിട്ട് കൊടുക്കും. എല്ലാം നാച്ചുറൽ ആയിരിക്കണം നമുക്ക് നിർബന്ധമുണ്ട്. ഇവിടെയാണ് കറക്കണ പശുക്കളുള്ളത്. അപ്പൊ ശരിക്കും ഈ ഉപ്പിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അതെ മിനറൽസ് ഉണ്ട്. ഇത് മാത്രമല്ല നിരത്തി വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം നിരത്തി വെച്ചു. ഇതെന്താ പൊടിച്ചു കൊടുക്കുന്ന പശുവിന്? നമ്മൾ ഈ പറഞ്ഞ പോലെ ആരും വിശ്വസിക്കുന്നില്ല അധികം. കാരണം പൊടിയായിട്ട് വാങ്ങുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ പാല് കൂടാൻ വേണ്ടിയിട്ട് ഇട്ടുണ്ടാവും. കാരണം അവിടെ കണ്ടിന്യൂസ് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊന്നും നമുക്ക് ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് പരുത്തിക്കുരു വരെ നമ്മൾ പൊടിച്ചു കൊടുക്കുക. ചോളവും അതേപോലെ തന്നെ നമ്മൾ ഇവിടെ പൊടിക്കുക ചെയ്യുക. ഇത് ചോളാണ് പൊടിച്ചതാണ്. ഇത് കണ്ടോ, ഇത് ചോളാണ്. എല്ലാം മേടിച്ചിട്ട് കഴിക്കാവുന്ന ചോളാണ്. ഇത് BT അല്ലാത്ത സീഡിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഓർഗാനിക് ആയിട്ട് ഉള്ള ചോളാണ് എടുക്കുക. അതുപോലെ തന്നെയാണ് നമ്മളുടെ പരുത്തിക്കുരു. ഇതിവിടെ കൊണ്ടുവന്ന് പൊടിച്ചാ കൊടുക്കുന്നത്. നമ്മൾ നോക്കും ഇത് BT ആണോ. BT ആണെങ്കിൽ നമ്മൾ വാങ്ങുകയുമില്ല കൊടുക്കുകയുമില്ല. ഈ പരുത്തിക്കുരു ചെല്ലാ സ്വർണത്തെക്കാളൊക്കെ മൂല്യമുള്ള തലമുറകൾക്ക് ആവശ്യമുള്ള ഒരു സാധനം നമ്മൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞല്ലോ. അപ്പൊ ആ വർഷങ്ങൾ പഴക്കമുള്ള നിധി എന്താണെന്നും അതെങ്ങനെയാണ് ഉപകാരപ്രദമാകുന്നതെന്നും അറിയാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതെന്താണെന്ന് അറിയാം. തീർച്ചയായിട്ടും അത് എല്ലാവരും അറിയണം. എല്ലാവരും പഴയ നെയ്യിനെ കുറിച്ച് ഒരിക്കലും കേട്ടിട്ടില്ല. പക്ഷെ പഴകിയ വൈനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മൾ ശരിക്കും പഴകിയ നെയ്യാണ് അറിയേണ്ടത്, വൈനല്ല അറിയേണ്ടത്. അതിന്റെ ഒരു കുറവാണ് നമ്മൾ ഇന്ന് ഇത്രയും കൂടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നെയ്യിനെ കുറിച്ച് തന്നെയാണ് അറിയേണ്ടത്. ആ നെയ്യുടെ ഉപയോഗം ഇപ്പം നിർത്തുവാൻ കാരണം ക്രോസ് ബ്രീഡ് പശു വന്നു. ക്രോസ് ബ്രീഡ് പശു നിങ്ങൾക്കറിയാം, അതിന്റെ പാലുൽപ്പന്നങ്ങളോ നമ്മുടെ ശരീരത്തിനോ പ്രകൃതിക്കോ ജീവജാലങ്ങൾക്കോ ഫലിക്കില്ല. അതുകൊണ്ട് ആ വൈദ്യന്മാർ ആ നെയ്യ് കൊണ്ടുള്ള എല്ലാ മരുന്നുകളും ഉണ്ടാക്കൽ നിർത്തി. പക്ഷെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. വളരെ അമൂല്യമായ പല അസുഖങ്ങൾക്കും ഒറ്റമൂലി പോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് പഴകിയ നെയ്യ്. ഭയങ്കര വില കൂടുതലാണ്. 1 കിലോ നെയ്യ് 4000 ആണെങ്കിൽ 1 വർഷം പഴകിയ നെയ്ക്ക് 6000 രൂപയാണ്. 10 വർഷം പഴകിയ നെയ്ക്ക് 20000 രൂപയാണ്. 50 വർഷം പഴകിയ ഒറിജിനൽ നാടൻ പശുവിന്റെ കടഞ്ഞെടുത്ത നെയ്ക്ക് 2 ലക്ഷം രൂപയാണ്. ഇതൊന്നും അറിയാതെ പോയി. നമുക്ക് എല്ലാവരും അറിയിക്കണം. തിരിച്ചു പോകണം. നമുക്ക് 50 60 കൊല്ലം പിന്നിലോട്ട് തീർച്ചയായിട്ടും തിരിച്ചു പോകണം. അപ്പൊ നമുക്ക് ആ നിധിയുടെ കലവറയൊന്ന് തുറക്കാം. അപ്പൊ ഇതാണ് നിധി, വർഷങ്ങൾ പഴക്കമുള്ള നിധി. തീർച്ചയായിട്ടും കുറച്ച് ശബ്ദം കൂടുതൽ അധ്വാനം. ഗാന്ധിജി പറഞ്ഞ പോലെ നമുക്ക് നമ്മളുടെ 7 തലമുറയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്ത്
തിരിച്ച് ആരോഗ്യത്തോടെ അവർ ജീവിക്കുന്നത് കാണണം. അതിനുവേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ എത്ര വർഷം വരെ പഴക്കമുള്ള ഇപ്പൊ നമ്മുടെ കയ്യിൽ 11 വർഷമായതുകൊണ്ട് 10 വർഷമായി നെയ്യ് എടുത്തിട്ടാണ് നമ്മൾ അശ്വഗന്ധ, ബ്രഹ്മി, ശതാവരി അങ്ങനെയുള്ള ഹൃദയങ്ങൾ ഉണ്ടാക്കുന്നത്. മുക്കുറ്റിയും ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പം എങ്ങനെയാണ് ഇതിന്റെ സെല്ലിംഗ് ഒക്കെ? ഡയറക്റ്റ് ഇങ്ങനെ നെയ്യ് മേടിക്കുന്നവരാണോ അതോ നെയ്യ് അല്ലാണ്ടാണോ? നമ്മൾ എങ്ങനെ ഇത് കൊടുക്കും? ഇത് നമ്മൾ കൊടുക്കുന്നില്ല, നമ്മളുടെ ഹൃദയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ചില വൈദ്യന്മാർ അവർക്ക് പ്രത്യേകമായിട്ട് വേണമെന്ന് പറയുമ്പോൾ അവർക്ക് നമ്മൾ കുറച്ചെടുത്ത് കൊടുക്കുന്നല്ലാതെ ഇത് കൊടുക്കാൻ നമുക്ക് തീരെ താല്പര്യമില്ല. 10 വർഷമാവുക നമ്മൾ അശ്വഗന്ധ, ബ്രഹ്മി, ശതാവരി, അലംബുഷ, മുക്കുറ്റി അതൊക്കെ ആ വക ഹൃദയങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്. കുറച്ച് എക്സ്പോർട്ട് ചെയ്യുന്നതോട് എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം പൈസ തീർച്ചയായിട്ടും കിട്ടും, പക്ഷെ നമ്മളിൽ ഇത് എത്തണം, നമ്മളുടെ ചുറ്റുപാടുള്ളവർ ആദ്യം, അതിനുശേഷം എക്സ്പോർട്ടാണ് എനിക്ക് താല്പര്യം. ഇപ്പം പണ്ട് കാലത്തൊക്കെ ഇത് ഔഷധങ്ങൾക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇപ്പം അത് ആരും അങ്ങനെ ചെയ്യുന്നില്ല. ഈ പഴകിയ നെയ്ക്ക് ഇത്രയധികം ഉപയോഗം ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് അറിയിക്കുക? ഇത് പഴകിയ നെയ്യ് അവർ നിർത്തിയത് ഉപയോഗമുണ്ടെന്ന് അറിയാഞ്ഞിട്ടല്ല. പഴകിയ നെയ്യ് ഇപ്പോഴത്തെ പശു ക്രോസ് ബ്രീഡ് പശു ആയതുകൊണ്ട് അതിന്റെ ഉപയോഗം, അതിന്റെ മരുന്നുണ്ടാക്കലെല്ലാം നിർത്തിയതാണ്. പക്ഷെ ഇതിങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും തിരിച്ചു വരുന്നുണ്ട്. വൈദ്യന്മാരെല്ലാം എനിക്ക് തോന്നുന്നു ഒരു 500ഓളം വൈദ്യന്മാർ നമ്മുടെ നിന്ന് സംഭവങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. കുറച്ചൊക്കെ ആയിട്ട് നമ്മളുടെ പ്രൊഡക്റ്റിലേക്കാണ് ശ്രദ്ധ. എന്നാലും അവർ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാതിരിക്കുന്നില്ല. ഇതിപ്പം കയ്യിലുള്ളത് നമ്മൾ മാത്രമാണ്. അതെ, എനിക്ക് തോന്നണു ഗുജറാത്തിലൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടു അത് അവര് ഈ പറഞ്ഞ പോലെ മോയ്സ്ചറാണ്, കാറിപ്പോയി. അത് കാര്യം അവരുടെ ഉണ്ട് 15 വർഷമായതൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടു. അവര് ഭയങ്കര അഹംഭാവത്തോടുകൂടി പറയണം. ഞാൻ ഉദ്ദേശിച്ച സന്തോഷത്തോടെയൊക്കെയാണ് പറയുന്നത്. അഹംഭാവം എന്ന് ഉദ്ദേശിച്ചത് അവർ ചെയ്ത കർമ്മത്തിന്റെ ഭാഗമായിട്ട്. പക്ഷെ എനിക്ക് മനസ്സിലായത് അതെല്ലാം ഈ പറഞ്ഞ 100 കിലോ വെണ്ണ ഉരുക്കിയിട്ട് അവര് 95 കിലോ അല്ലെങ്കിൽ 90 കിലോ അവര് നെയ്യാക്കി എടുത്തു. പക്ഷെ അതിനകത്ത് മോയ്സ്ചർ ഉള്ളതുകൊണ്ട് അതെല്ലാം കാറിപ്പോയി. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഇളം ചൂടിൽ 8 മണിക്കൂർ 8.5 മണിക്കൂർ തിളപ്പിച്ച് 100 കിലോ വെണ്ണ 45 ആവുമ്പോഴാണ് ഇറക്കി വെക്കുന്നത്. എന്നാൽ മാത്രമേ അത് പഴകാൻ വെക്കാൻ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ അത് കാറാതിരിക്കുള്ളൂ. തൽക്കാലം അത് 90 എടുത്തു കഴിഞ്ഞാൽ 4 ദിവസം കൊണ്ട് കാറും, 60 എടുത്തു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് 6 മാസം കൊണ്ട് കാറിപ്പോകും. കാറിയ ഒരു സാധനം ഒരു മരുന്നിനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലോ ഉപയോഗിക്കാറില്ല. നമ്മുടെ മനസ്സിൽ കുഞ്ഞുങ്ങളല്ലേ, അപ്പൊ അത് അത്രയും അമൂല്യമായിട്ട് സൂക്ഷിച്ചൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ഫാമിൽ നിന്ന്, നമ്മുടെ പശുക്കളിൽ നിന്ന് കിട്ടുന്നതാണല്ലേ. പഴക്കം ചെല്ലും തോറും വീഞ്ഞിന് വീര്യം കൂടും എന്ന് പറഞ്ഞാല് നെയ്ക്ക് അതേപോലെ തന്നെ വീര്യം കൂടുതലുള്ള കാര്യമാണ്. പോലെ അല്ല, അതിനേക്കാളൊക്കെ 1000 മടങ്ങ് വീര്യം ആണ്, മോജസും കൂടുന്ന ഒരു സംഭവമാണ്. നമ്മൾ അറിയാതെ പോയത് നമ്മളുടെ കഷ്ടകാലം കൊണ്ടാണ്. നമ്മൾ അറിയേണ്ടത് വീഞ്ഞോ വൈനോ അല്ല, നമ്മൾ അറിയേണ്ടിരുന്നത് നെയ്യിനെ കുറിച്ച് തന്നെയാണ്. പക്ഷെ നമ്മൾ അറിയാതെ പോയി. അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം, തീർച്ചയായിട്ടും അറിയിക്കാൻ പറ്റുക, തിരിച്ചു കൊണ്ടുവന്നേക്കും. നമ്മൾ പറഞ്ഞു നമ്മുടെ അശ്വഗന്ധ, ബ്രഹ്മി, ശതാവരി, മുക്കുറ്റി ഈ സംഭവങ്ങളാണ് അശ്വഗന്ധ, ഇതാണല്ലോ ചെയ്യുന്നത്. ഇതിലെല്ലാം തന്നെ ടോക്സിൻ ഉണ്ട്. അശ്വഗന്ധ ആയാലും ഏത് മെഡിസിനൽ പ്ലാന്റ്സ് ആയാലും ടോക്സിൻ ഉണ്ട്. കട്ട് ഉണ്ടല്ലോ, കട്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. കട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയാണ് വൈദ്യന്മാരൊക്കെ പണ്ട് പറയാ കഷായം വെച്ച് വെച്ചിച്ച് കട്ട് കളഞ്ഞിട്ട് ചെയ്യാൻ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് 1200 ലിറ്ററിന്റെ ക്യാനാണത്. ഇതില് 1200 ലിറ്റർ കഷായം വെച്ചിട്ട് കുറയും തോറും നമ്മൾ അത് ഒഴിച്ചു കൊടുക്കും, ഈ വെള്ളം ഒഴിച്ചു കൊടുക്കും. ആ കഷായം ഏകദേശം 2000 ആകുമ്പോൾ അതിന് ഫുൾ എസൻസ് കിട്ടാൻ വേണ്ടിയാണ്. അതിനെ നമ്മൾ വിറക് വെച്ച് കത്തിച്ചിട്ട്, വിറകാണിത്, വിറക് വെച്ച് കത്തിച്ച് 4 ദിവസം എടുക്കും ഇത് 100 ലിറ്റർ ആകാൻ. അപ്പോൾ അശ്വഗന്ധയിലോ ബ്രഹ്മിയിലോ ശതാവരിയിലോ എല്ലാ എസൻസും നമുക്ക് 100 ലിറ്ററിൽ വന്നു. 100 ലിറ്റർ ഈ 100 ലിറ്റർ നമ്മൾ 300 ലിറ്റർ പാൽ കഷായം ഉണ്ടാക്കും. ഏകദേശം ഞാൻ പറയണ ഏകദേശം അതെന്താണോ എത്ര കിലോ ആണോ അതനുസരിച്ചാണ്. ഈ 300 ലിറ്റർ പാൽ കഷായത്തിൽ തിളച്ച് കഴിയുമ്പോൾ ഈ 100 ലിറ്റർ കഷായം ഒഴിക്കും. അപ്പോൾ അത് പാൽ കഷായമായി. 300 400 ലിറ്റർ പാൽ കഷായം വറ്റി 100 ലിറ്റർ ആവുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന 10 വർഷം പഴകിയ ബിലോന നെയ്യ് എടുത്ത് ഇതിലേക്ക് ഒഴിക്കും. 40 കിലോ. ഈ 40 കിലോ 100 ലിറ്റർ വറ്റി 42ഓളം ലിറ്റർ ആകുമ്പോഴാണ് നമ്മൾ ഈ അടുപ്പ് കിടത്തുക. ഏകദേശം 42ഓളം കിലോ വിറകാണ് കത്തിക്കുക, ഇളക്കിക്കൊണ്ടേയിരിക്കണം. മനസ്സിലായി? അപ്പൊ അങ്ങനെ ആ 42 കിലോ ആണ് നമുക്ക് കിട്ടുന്നത് വിറക് വെച്ച് കത്തിച്ച്. അതുകൊണ്ടാണ് ഈ 18,000 രൂപയും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് വേണമെങ്കിൽ ചീപ്പാക്കി കൊടുക്കണമെങ്കിൽ പല വിധികളുണ്ട്, പക്ഷെ നമ്മളത് ചെയ്യില്ല. അത് 200 ലിറ്ററിൽ കിടത്താം. അത് കേടായി പോകാതിരിക്കാൻ സോഡിയം പെൻസോയേറ്റ് പോലുള്ള വിഷങ്ങളിട്ട് സംരക്ഷിച്ച് പാക്ക് ചെയ്ത്
നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ബ്രഹ്മിയൊന്നും അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. ആ 42 അത് പാകമുണ്ട്, വൈദ്യന്മാർ ചെയ്യുന്ന പാകത്തുമ്പോൾ അവർ നിർത്തും. അതുകൊണ്ടാണ് നമ്മുടെ 18,000 രൂപയൊക്കെ ഒരു ലിറ്ററിന് വരുന്നത്. അല്ലാതെ ഇതിൽ നമ്മൾ കുറേ നോട്ട് ഉണ്ടാക്കാനല്ല. നമ്മൾ എത്ര 18,000 വാങ്ങുന്നുണ്ടെങ്കിൽ 18,000 തന്നെ നമുക്ക് അതിൽ ചിലവുണ്ട്. അതിൽ ഒരു മാജിക്കും നമ്മൾ ചെയ്യുന്നില്ല. തൽക്കാലം ഇങ്ങനെ പോട്ടെ, പിന്നീട് ഒരു ദിവസം നമുക്ക് ലാഭം ഉണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷയോടെ പോവുകയാണ്. കുട്ടികൾക്ക് ഏറ്റവും ബെറ്റർ, കുട്ടികളുടെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും ബെറ്റർ എങ്ങനെ കൊടുക്കാൻ പറ്റും, അതാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ? വയസ്സായവർക്കും കഴിക്കാവുന്നതാണ്. നമ്മുടെ മുക്കുറ്റിയൊക്കെ കഴിച്ചാൽ യൗവനം നിലനിർത്താനും ഷുഗറുള്ളവർക്കൊക്കെ വളരെ ഉപകാരമായിരിക്കും. അതേപോലെ ശതാവരി ഉണ്ട്. ശതാവരി കഴിച്ചാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ അസുഖങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ അത് മാറാനും ആരോഗ്യത്തോടെ ഓപ്പറേഷനൊന്നും ഇല്ലാതിരിക്കാനും സഹായിക്കും. അതേപോലെ ബ്രഹ്മി കഴിക്കണം. നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് അഡ്മിഷനും കിട്ടും. അത്രയും ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു ഫലമല്ല, 100-150 ഫലങ്ങളുണ്ട് നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനും. പിന്നെ 10 വർഷം പഴകിയ നെയ്യിലുള്ള ഗുണങ്ങൾ അത് വേറെ. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നവജീവന പഞ്ചഗവ്യ പ്രൊഡക്ട്സിന്റെ ബാനറിൽ ഇപ്പൊ എത്ര പ്രൊഡക്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഈ 4 തരം ബ്രഹ്മി, ശതാവരി, മുക്കുറ്റി, അശ്വഗന്ധ. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് തണ്ടുവേദന, മുട്ടുവേദനയ്ക്കുള്ള ഒരു ഓയിലുണ്ട്, മിൽക്ക് ഓയിൽ എന്ന് അതിൻ്റെ പേര്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്യാസ്, അസിഡിറ്റി, അൾസർ, സ്ട്രെസ്, അതിനുള്ള മോര്, അയമോദകം അങ്ങനെയുള്ള സംഭവങ്ങൾ ഇട്ട് കെട്ടിവെച്ച്, മുത്തങ്ങ ഒക്കെ ഇട്ട് കെട്ടി വെച്ചിട്ട് നമ്മളുടെ മോരിലുണ്ടാക്കുന്ന ഒരു വേ വാട്ടർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഭയങ്കര ഡിമാൻഡാണ്. അത് കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാവില്ല, അസിഡിറ്റി ഉണ്ടാവില്ല, നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് കുറയും. അതും ഭയങ്കര ഡിമാൻഡാണ്. പക്ഷെ കാര്യം ഇതാണ്, നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ. നമ്മളിനിയിപ്പോൾ 3 ഫാം കഴിഞ്ഞ് 4 ഫാം ആയി. ഇനി ഒരു 10-12 ഫാം ആയാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ലാഭത്തിലെത്താൻ പറ്റും. എത്ര ലാഭത്തിലെത്തിയാലും ഇല്ലെങ്കിൽ ഈ ക്വാളിറ്റി തന്നെ നമ്മൾ അവസാനം വരെ പോകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇതൊക്കെ ജനങ്ങൾക്ക് ലഭിക്കാൻ, ഇതിപ്പോൾ നമ്മുടെ ഫാമിലെ പശുക്കളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇതൊക്കെ എടുക്കുന്നത്, അത് നാടൻ പശുക്കളിൽ നിന്ന്. ഇതൊക്കെ ജനങ്ങളിലേക്ക് ലഭിക്കാൻ എങ്ങനെയാണ് അവർ കോണ്ടാക്ട് ചെയ്യേണ്ടത്, എങ്ങനെ ലഭിക്കും അവർക്ക്? ഒന്നാമത് ഇപ്പോൾ നമുക്ക് അത്ര അധികം വിൽക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് ബുക്കിംഗ് അനുസരിച്ചാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് 0480277777 വിളിക്കാം. അതല്ലെങ്കിൽ www.navjeevana.com കോണ്ടാക്ട് ചെയ്യാം. ഫ്രീ ഹോം ഡെലിവറി അവൈലബിൾ ആണ്. എല്ലാ ജില്ലയിലുള്ളവർക്കും ലഭിക്കും. എല്ലാ ജില്ലയിലും എല്ലാ ഇന്ത്യയിൽ എല്ലായിടത്തും UAE എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ പ്രൊഡക്ട്സ് മേടിക്കാൻ സാധിക്കും. ബുക്കിംഗ് അനുസരിച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത്ര അധികം പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ ഇല്ല, കുറച്ചാണ്. ഒരിക്കൽ നമ്മൾ 50 ഫാമോ 12 ഫാമിന് മേലേക്ക് ആയാൽ ആവശ്യത്തിന് പ്രൊഡക്റ്റ് ഉണ്ടാവും. അല്ലാതെ നമുക്ക് തന്നെ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അതെ. അപ്പോൾ ഇവിടുത്തെ ഫാമിൽ തന്നെ വളർത്തുന്ന നല്ല നാടൻ ഗീർ പശുവിൽ നിന്നുള്ള പാല് കൊണ്ടുണ്ടാക്കിയ നെയ്യാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 5 തരത്തിലുള്ള നെയ്യ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മിൽക്ക് ഓയിൽ അവൈലബിൾ ആണ്, വേ വാട്ടർ അവൈലബിൾ ആണ്. നല്ല നാടൻ ഗീർ പശുവിൻ്റെ A2 മിൽക്കിൽ നിന്ന് ഓർഗാനിക്കായി നിർമ്മിക്കുന്ന നെയ്യാണ് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങേണ്ടവർക്ക് ശുദ്ധമായ അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ളത് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.